சிபிஐஎம் மாவட்ட செயலாளருக்கு பதிலுடன் காங்கிரசின் தலைமை மேத்யூ குழல்நாடனின் பூமி கையேற்றம் என்றால் சிபிஐஎம் மாவட்டத்தில் பல கட்சி அலுவலகங்கள் கையேற்ற பூமியில் தான் கட்டப்பட்டுள்ளதாகவும் சேனாபதி வேணு. ശ്രീ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ്റും CPM-ഉം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണം യഥാർത്ഥത്തിൽ അത് ഇടുക്കിയിലെ കൃഷിക്കാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണമാണ്. ഇവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ മാത്യു കുഴൽനാടനെതിരെ 2 ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, മാത്യു കുഴൽനാടൻ കൃഷിക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന പട്ടയഭൂമിയിൽ റിസോർട്ട് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, മാത്യു കുഴൽനാടൻ പട്ടയമില്ലാത്ത ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്നു. ഞാൻ ശ്രീ CV വർഗീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, CPM-ൻ്റെ ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് ഇപ്പോൾ പുതുതായിട്ട് പണിതിരിക്കുന്നത്, അത് കൃഷിക്ക് ലഭിച്ചിരിക്കുന്ന പട്ടയ സ്ഥലത്താണ് പാർട്ടി ഓഫീസ് പണിതിരിക്കുന്നത്. അപ്പം മാത്യു കുഴൽനാടൻ്റെ നിയമം CPM-ന് ബാധകമാണ് എങ്കിൽ ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ്, അവിടെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, കൃഷിയാണ് നടത്തേണ്ടത്. മൂന്നാറിലെ CPM-ൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് MM മണിയുടെ പേരിലുള്ള പട്ടയമാണ്, കൃഷിക്ക് അനുവദിച്ചിരിക്കുന്ന പട്ടയമാണ്. അവിടെയാണ് CPM ഏരിയ കമ്മിറ്റി ഓഫീസും അതിൻ്റെ മുകളിലത്തെ 3 നിലയും വലിയ റിസോർട്ടും എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ആയിരക്കണക്കിന് രൂപ വാടക മേടിക്കുന്ന റിസോർട്ടുകൾ പണിയുന്നത്. അപ്പം മാത്യു കുഴൽനാടൻ ഒരു നിയമം ബാധകമാണെങ്കിൽ ആ നിയമം CPM-നും ബാധകമാകണം. അപ്പോൾ മാത്യു കുഴൽനാടൻ തൻ്റെ സ്ഥലത്ത് റിസോർട്ട് നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന CPM-ൻ്റെ പാർട്ടി ഓഫീസുകൾ ഏത് പട്ടയസ്ഥലത്ത് അല്ലെങ്കിൽ ഏത് വ്യവസ്ഥ പ്രകാരം കൊടുത്തിരിക്കുന്ന പട്ടയസ്ഥലത്താണ് എന്ന് CPM പറയണം. അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ സ്ഥലത്ത് അനധികൃതമായിട്ട് റിസോർട്ടാണ് എങ്കിൽ അതേ മാനദണ്ഡത്തിൽ CPM-ൻ്റെ പാർട്ടി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ശാന്തൻപാറയിലെയും അതുപോലെ തന്നെ മൂന്നാറിലെയും ബൈസൺ വാലിയിലെയും 20 ഏക്കറിൽ പട്ടയം പോലുമില്ലാത്ത സ്ഥലത്താണ് CPM പാർട്ടി ഓഫീസ് പണിതിരിക്കുന്നത്. ഇനി രണ്ടാമതായി CPM മാത്യു കുഴൽനാടനെതിരെ ഉന്നയിക്കുന്ന ആരോപണം, അദ്ദേഹം അനധികൃതമായി 1/2 ഏക്കർ ഭൂമി, പട്ടയമില്ലാത്ത ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്നുവെന്നാണ്. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാത്യു കുഴൽനാടൻ ഈ സ്ഥലം വാങ്ങുന്നത് 2021-ലാണ്. 2021 അങ്ങനെ സ്ഥലം വാങ്ങിയതിന് ശേഷം 1/2 ഏക്കർ ഭൂമി കയ്യേറാനായി. ചിന്നക്കനാലിൽ അങ്ങനെ വെറുതെ ഭൂമി കിടക്കുന്നില്ല, ഒന്നുകിൽ അത് സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. അപ്പം 2021 ഭൂമി കയ്യേറിയെങ്കിൽ ഇത്രയും കാലം ചിന്നക്കനാലിലെ വില്ലേജ് അധികൃതർ എന്തെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ എന്തെടുക്കുകയായിരുന്നു, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM-ൻ്റെ പാർട്ടി എന്തെടുക്കുകയായിരുന്നു, ഇവർ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ CPM പറയുന്നത് മാത്യു കുഴൽനാടൻ പട്ടയമില്ലാത്ത സ്ഥലം വാങ്ങിയിരിക്കുന്നു, അത് അനധികൃതമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ CPM-നെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കട്ടപ്പന, രാജാക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും ആ ഷോപ്പ് സൈറ്റുകൾ ബഹുഭൂരിപക്ഷവും പട്ടയമില്ലാത്തതാണ്. അത് പല കൈമാറ്റങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ പട്ടയമില്ലാത്ത സ്ഥലം കൈമാറിയിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് അത് അനധികൃതമാണ് ഏറ്റെടുക്കണമെങ്കിൽ കട്ടപ്പനയിലെ എത്രയോ സ്ഥലങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം. ഇടുക്കി ജില്ലയിൽ പട്ടയമില്ലാത്ത എത്രയോ ഭൂമികൾ ആളുകൾ കൈമാറ്റം ചെയ്തിരിക്കുന്നു, അതെല്ലാം സർക്കാർ ഏറ്റെടുക്കേണ്ടതല്ലേ? അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ മാത്യു കുഴൽനാടനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം, അത് ഇടുക്കിയിലെ കർഷകർക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്.